ബാക്ക് ടു മൈ ചാനൽ ദ കംപ്ലീറ്റ് ക്യൂസിൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊന്നും കാണാണ്ടായപ്പോൾ ഞാനിത് നിർത്തിപ്പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? നിർത്തിപ്പോയതൊന്നല്ല, ഫോൺ കേടായിട്ട് ഞാനിതിപ്പോൾ ശരിയാക്കി എന്താ ഡബിൾ പവറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നല്ല അടിപൊളി മുളകിട്ട ഒരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ നല്ല ഇവിടെ ഹമാം എന്ന് പറയുന്ന ഒരു മീനാണ്. അപ്പോൾ നാട്ടിൽ വറ്റ എന്നാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സത്യമായിട്ട് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഏകദേശം നമ്മളുടെ അയിലപ്പാരയുടെ പിന്നെ അയക്കൂറിനെക്കാട്ടിലൊക്കെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറി എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ മീൻകറിക്കുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മെയിനായിട്ട്. അപ്പോൾ അതിന് പകരം അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ തക്കാളി ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടി, നല്ല കുറുകിയ ചാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ തക്കാളി ഞാൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ്. പിന്നെ മീൻ പറഞ്ഞില്ലേ വറ്റയാണ്. അപ്പോൾ നല്ല മീനാണ് വറ്റ എന്നുള്ളത് കേട്ടോ. വറ്റ തന്നെയാണ് ഹമം. ഓക്കെ, അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നല്ല മൺചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നാടൻ കറിയാണ്, അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉലുവ പൊട്ടിക്കുന്നത് നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു സ്മെല്ല് ഉണ്ടാക്കാനായിട്ടാണ്. കടുക് ഞാൻ പൊട്ടിക്കുന്നില്ല കേട്ടോ. പിന്നെ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. അപ്പോൾ ചതച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഈ മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അല്ലേ, ഈ വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി സവോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് സവോള ഒന്നും ആവശ്യമില്ല, മീൻ കറിയില്ലേ. അല്ലെങ്കിലും സവോളയ്ക്ക് പകരം ചെറുള്ളി ആയാലും മതി. അപ്പോൾ ചെറുള്ളി ആണെങ്കിലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇപ്പോൾ ചെറുള്ളി ഇല്ലാത്ത കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ചില സമയത്ത് മാത്രമേ നല്ല ചെറുള്ളി കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊടികൾ ആഡ് ചെയ്യണില്ല. നമ്മളുടെ ഈ തക്കാളി അരച്ചത് നമ്മൾ തിളപ്പിച്ചിട്ടൊന്നല്ല അരച്ചിരിക്കുന്നത്, ജസ്റ്റ് വെറുതെ ഒന്ന് അരച്ചെടുത്തിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ നല്ലതായിട്ട് ആ പച്ച സ്മെല്ലൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നല്ല വാട്ടറിയാണ് താനും. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. അപ്പം എൻ്റെ ഒപ്പം തന്നെ കുടപ്പുളി ആയ കാരണം കൊണ്ട് തന്നെ പുളി കുറച്ച് ഇറങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കുടപ്പുളി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നുറുക്കുമീനിനൊക്കെ എപ്പോഴും കുടപ്പുളി യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കറികൾക്ക്. വാളംപുളി ഉപയോഗിക്കാനൊരു ഉപയോഗിക്കാം, എങ്കിലും കുടപ്പുളി ഇട്ടിട്ട് വയ്ക്കുമ്പോഴാണ്, വറ്റിക്കുമ്പോഴൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തീ എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോട്ടിരുന്നോ, കാരണം ഇത് വാട്ടറി ആയ കാരണം തന്നെ കരിഞ്ഞു പോകുന്നില്ല. പിന്നെ നമ്മൾ പൊടികൾ പിന്നെ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഒരു തക്കാളി നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വരണം. അതായത് നമ്മളുടെ പൊടികൾ ഇടുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അതിന് ആ ഒരു പരുവത്തിൽ വരെ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വറ്റി വന്ന് അപ്പോൾ അത് ചുവപ്പ് കളർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മുളകിട്ട കറിയായ കാരണം കൊണ്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളിട്ടപ്പോൾ കണ്ടില്ലേ നല്ല ഡ്രൈ ആയി. ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം, എങ്കിലേ ആ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ മൂത്ത് വരാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നാലേ നമ്മുടെ കറി തന്നെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ, നല്ല കളറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പൊടികളൊക്കെ ഞാനിങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എടുക്കും. കാരണം നമ്മൾ ഡ്രൈ ആയിട്ടല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് എടുക്കും ഇതൊന്ന് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ സ്പൂൺ മലറ്റൊക്കെ ഒന്ന് മാറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഓരോ സൈഡായിട്ട് ഇങ്ങനെ
ആ പൊടികൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ കണ്ടാലറിയാം പൊടികളിങ്ങനെ ചൂടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അതിൻ്റെ സൈഡാണ് ആ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് നോക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സിയിൽ തന്നെ ബാക്കിയുള്ളതിൽ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിടാം. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ വരും. നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീനിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ നമ്മളുടെ മീനൊക്കെ വെന്ത് നന്നായിട്ട് നല്ല വറ്റിയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ മീൻ നന്നായിട്ട് വെന്ത് വരില്ല. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും. ഇപ്പോൾ അതിങ്ങനെ വാട്ടറായിട്ട് ഇരുന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി മീനൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റാവും. അപ്പോൾ നമുക്ക് മീനിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ശരിക്കും മീൻ മുങ്ങി കിടക്കുന്ന വരെയുള്ള വെള്ളം അങ്ങനെ വിചാരിച്ചാൽ മതി. എങ്കിലേ നമ്മൾ ചാറൊക്കെ വറ്റി മീനിങ്ങനെ പൊന്തി വരുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഇതാക്കണ്ട. ഇപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മീനൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കുക. പിന്നെ മീനിട്ടിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട. പാകത്തിനൊന്ന് ഇതാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഒരു പൊടി മുന്നിൽ നിൽക്കണം. കാരണം നെമ്മീനൊക്കെയാണ്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങണമെങ്കിൽ എല്ലാതും കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പകുതി പോലെ ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ എപ്പോഴും ഇതുപോലെയാണ് മൂടി വയ്ക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കുക. ഇനി മീനൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചാറൊന്നും കൂടി ഒന്ന് കുറുകാനുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് ഇനി വറ്റിക്കാൻ പോവാണ്. കണ്ടില്ലേ, കുറച്ചും കൂടെ ചാറുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാറൊക്കെ കുറുകി ഇപ്പം നല്ല പാകത്തിന് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു ചാറ് ഇരുന്നോട്ടെ. കാരണം ഇനി നമ്മൾ അടച്ചു വെക്കുന്ന സമയത്തും നന്നായിട്ടൊന്ന് ഇരുന്ന് കുറുകും. ചട്ടിയായ കാരണം കൊണ്ട് തന്നെ അത് തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി നിന്ന് തിളയ്ക്കും. അപ്പോൾ ആ സമയത്ത് പാകത്തിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചാറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ചും കൂടി വേപ്പിലിടാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര സ്മെൽ തന്നെയാവും. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശരിക്കും മീൻകറി വിളമ്പാനായിട്ട് പാടുള്ളൂ. എങ്കിലേ അത് ആ ചാറൊക്കെ കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ. ഇപ്പോൾ ആ ചട്ടിയിലത്തെ ചാറ് ഒന്നും കൂടി അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ്. ഈ കറി ഉപയോഗിച്ചിട്ട് ചോറുണ്ണാനായിട്ടായാലും കപ്പയ്ക്കായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിനും പെർഫെക്റ്റാണ്. നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെയല്ല ട്രൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.